ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരാണെന്ന് പറയുന്നവരാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ചിലരൊക്കെ അവരുടെ വാട്സപ്പിൻ്റെ ഡി പിയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഡി പിയിലും ഒക്കെ ഐ ആം ദ ഡിസൈബിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നവരാണ്. അപ്പോൾ സത്യത്തിൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണോ? അതല്ലെങ്കിൽ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണോ? അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ യേശു ആരെയാണ് യഥാർത്ഥത്തിൽ ശിഷ്യരായി കാണുക എന്നൊക്കെയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കടന്നു പോകുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇവിടെ യേശു ശിഷ്യന്മാരും ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയെ മധ്യേ ഇങ്ങനെ അവരുടെ യാത്ര മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്കറിയാം അവരുടെ യാത്രകളിലെല്ലാം അവർ പല ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്, പല ഗ്രാമങ്ങൾ സന്ദർശിക്കാറുണ്ട്. കടൽ തീരത്ത് വെച്ചും നാൽക്കവലകളിൽ വെച്ചും വഴിയോരങ്ങളിൽ വെച്ചും ഒക്കെ സിനഗോഗിൽ വെച്ചൊക്കെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ 3 വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ അടുത്തോട്ട് കടന്നു വരിക. ഈ 3 വ്യക്തികളിലൂടെയാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യനായിട്ട് ഇരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളത് യേശുക്രിസ്തു പറഞ്ഞു തരുന്നത്. അതിനകത്ത് ആദ്യത്തെ വ്യക്തി യേശുക്രിസ്തുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് വചനം വായിക്കുമ്പോൾ അവിടെ പറയുക, ഒരുവൻ യേശുക്രിസ്തുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് ഒരുവൻ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് യേശുക്രിസ്തു പറയുന്ന കാര്യം ഇതാണ്: കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് കൂടുകളുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാനായിട്ട് ഇടമില്ല. എന്താണ് ഈ വചനഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ദൈവാത്മാവ് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഇവിടെ നമ്മൾ ഈ ആദ്യത്തെ വ്യക്തിയെ നോക്കുമ്പോഴത്തേനും ആ വ്യക്തി യേശുക്രിസ്തു ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് അദ്ദേഹം സ്വയമേ ഇതാ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കണമേ, നമ്മൾ പലരും ഈ ഒരു വ്യക്തിയുടെ കൂട്ടത്തിലുള്ള ആളുകളാണോ? നമ്മൾ ആദ്യം തന്നെ വചനം കേൾക്കുന്നു, കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ കാണുന്നു, അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങൾ കാണുന്നു. ഇങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിട്ടാണോ നമ്മൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കർത്താവ് പറയാ, നിങ്ങൾ കം ടു ദ റിയാലിറ്റി, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കടന്നു വരണം. കാരണം നമുക്ക് ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ പുറകിൽ മറ്റൊരു ലൈഫ് കൂടി ഉണ്ട് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ എന്ന് യേശുക്രിസ്തുവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അതിനുള്ള മറുപടിയായിട്ടാണ് ഇവിടെ കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, അതുപോലെ തന്നെ പക്ഷികൾക്ക് കൂടുകളുണ്ട് എന്ന് യേശു പറയുന്നതിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ ഈ കുറുനരി എന്ന് പറയുന്ന ഒരു മൃഗത്തെ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നത്. അവിടെ ഫോക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കുറുക്കൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ 2 കാര്യങ്ങളെ യേശുക്രിസ്തു ഉപമിക്കുന്നത് എന്ന് നമ്മൾ അതിൻ്റെ പുറകെ ചിന്തിച്ചു പോയാൽ, ഫോക്സുകൾക്ക് അല്ലെങ്കിൽ കുറുക്കന്മാർക്ക് സ്വന്തമായിട്ട് ഒരു താമസ സ്ഥലം സ്ഥിരമായിട്ട് അവർക്കില്ല, ഒരു വാസസ്ഥലം അവർക്കില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ താമസിക്കുന്നത് പാറക്കെട്ടുകളിലോ അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അവർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള മാളങ്ങളിലോ കുഴികളിലോ ഒക്കെയാണ് അവർ താമസിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വാസസ്ഥലമേ ശരിക്കും പറഞ്ഞാൽ ഈ ഫോക്സിന് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടായിരിക്കും യേശുക്രിസ്തു ഈ വാസസ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത്? അപ്പൊ നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കഫർനാമില് യേശുക്രിസ്തു ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ വീട്ടിൽ താമസിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ജെറുസലേമിലേക്ക് വരുമ്പോൾ ബദാനിയയിൽ ലാസറിന്റെയും മർത്തയുടെയും മറിയത്തിന്റെയും വീട്ടിൽ യേശുക്രിസ്തു താമസിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളപ്പോൾ യേശുക്രിസ്തു പറയുന്നത് എന്തായിരിക്കാം? ഈ വാസസ്ഥലത്തിന്റെ കാര്യമാണോ? നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഒരിക്കലും യേശുക്രിസ്തു പറയുന്നത് വാസസ്ഥലത്തെ കുറിച്ചല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ഒരു വീടുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എവിടേക്ക് പോയാലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര നല്ല സുന്ദരമായ നാടുകൾ നമ്മൾ സന്ദർശിച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നുണ്ട്. എന്താണത്? ആ വാസസ്ഥലം നൽകുന്നത് സന്തോഷമാണോ? സന്തോഷത്തെക്കാളുപരി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ നമുക്കൊരു ഭവനം നൽകുന്നുണ്ട്. ഈ കംഫർട്ട് സോണിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഫോളോവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, നീ ഒരു കംഫർട്ട് സോൺ ഒരിക്കലും നീ ആഗ്രഹിക്കരുത്. കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയിൽ ഉടനീളം ഒത്തിരി ഭീഷണികളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള സമയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി യാത്രകളുണ്ട്, ഒരുപാട് ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളുണ്ട്. ഇതിലെല്ലാം കൂടെയാണ് ഒരു സുവിശേഷ മേഖല കടന്നു പോകുന്നത്.
അപ്പോൾ യേശുക്രിസ്തു പറയാം, നിങ്ങളൊരു കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ഫോളോവറായിട്ട് മാറാനായിട്ട് സാധിക്കത്തില്ല. വീണ്ടും പക്ഷികൾക്ക് കൂടുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഒരു വ്യക്തി ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം തന്നെ അതിന്റെ 27-ാം തിരുവചനത്തിൽ പക്ഷികളുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം സ്വന്തമായിട്ട് ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ പരിപാലനയിലാണ് അവരെല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് എന്തുണ്ട് എന്തില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒന്നുമില്ലെങ്കിലും ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കണം ദൈവ പൈതൽ എന്ന് ക്രിസ്തുവിടെ പറഞ്ഞു വെക്കുക. ഇവിടെ രണ്ടാമത്തെ വ്യക്തി കടന്നു വരിക. ആ വ്യക്തിയോട് യേശു അങ്ങോട്ട് ആവശ്യപ്പെടുക, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരുവാനായിട്ട് അനുവദിക്കണം എന്ന് പറയുക. അപ്പോൾ നമ്മൾ നോക്കണമേ, ഇവിടെ ഒരു പിതാവിനെ സംസ്കരിക്കാൻ പോലും അനുവദിക്കാത്ത വ്യക്തിയാണോ യേശുക്രിസ്തു? കാരണം നമ്മുടെ യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തം ചെയ്യേണ്ടെന്നാണോ യേശു ഇവിടെ പറയുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരു വ്യക്തിയുടെ പിതാവ് മരിച്ചു കിടക്കുമ്പോഴാണോ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാൻ ആ വ്യക്തി വന്നത് എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറിച്ച് എന്താണ് ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ വേലയിലേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ക്രിസ്തു ഫോളോവർ ആകാനായിട്ട് നമ്മൾ എന്തെങ്കിലും പരിമിതികൾ അല്ലെങ്കിൽ പരിധികൾ നമ്മൾ വെക്കുന്ന ഒരു വ്യക്തിയാകരുത്. അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഫോളോവർ ആകാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചില വ്യക്തികളൊക്കെ വചനം കേൾക്കും, ഇതാ ക്രിസ്തുവിന്റെ ആദ്യ സ്നേഹം അനുഭവിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവരിങ്ങനെ പല തീരുമാനങ്ങൾ എടുക്കാൻ അവരുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ പറയും, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല, എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എൻ്റെ വീട് പണി ഒന്നും ആയിട്ടില്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്കൊരു ജോലി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ റിട്ടയർമെന്റ് ആവട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ തീരട്ടെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ക്രിസ്തുവിന്റെ ഫോളോവർ ആകാം എന്ന് ഇങ്ങനെ അതിർവരമ്പ് വെക്കുന്ന രീതികൾ, അതിനെയാണ് ഇവിടെ യേശു ശരിക്കും പറയുന്നത്, മരിച്ചവരെ അവർ തന്നെ അടക്കിക്കോളും. എന്നാൽ നീ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയാ, നമുക്ക് ക്രിസ്തുവിന്റെ അനുഭവം ലഭിച്ച വ്യക്തിയാണ്, നമ്മൾക്ക് രോഗശാന്തി ലഭിച്ചവരാണ്, നമ്മൾക്ക് ദൈവരാജ്യത്തിന്റെ വചനങ്ങളുടെ പൊരുളുകൾ വെളിപ്പെട്ട് തന്നവരാണ്, നമ്മുടെ ഹൃദയത്തെ വചനത്തിന്റെ സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നവരാണ്. അപ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ ജീവന്റെ വചനം അറിയാം. അപ്പോൾ വചനം അറിയുന്നവൻ സുവിശേഷം പ്രസംഗിക്കണം, വചനം അറിയാത്തവൻ അത് ചെയ്യണ്ട. അതാണ് ക്രിസ്തു പറയുന്നത്. അപ്പം നമുക്ക് ഒരു വിളി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വിളിയിലാണോ നിൽക്കുന്നത് ആ വിളിയിൽ സുവിശേഷം പ്രസംഗിക്കാൻ തയ്യാറാകണം. ഈ രണ്ടാമത്തെ വ്യക്തിയിലൂടെ ക്രിസ്തു നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്, നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ അതിർവരമ്പുകൾ വെക്കരുത്. രണ്ടാമത്, നമ്മളിന്ന് ജീവന്റെ വചനം രുചിച്ചറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്, നമ്മൾ ജീവനുള്ളവരാണ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് തയ്യാറാകണം, അതിന് അതിരുകൾ വെക്കരുത് എന്നാണ്. ഇവിടെ 9:61 പറയുക, മറ്റൊരുവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഇവിടെ ഈ മൂന്നാമത്തെ വ്യക്തി പറയുന്നത്, എൻ്റെ വീട്ടുകാരോട് പോയി വിട പറഞ്ഞിട്ട് വരുവാനായിട്ട് അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ യേശു പറയുക, നിങ്ങൾ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് പറയാനാണ്. നമ്മൾ ആ വചനത്തിലൂടെ നമുക്ക് ഒന്നുകൂടെ കടന്നുപോയി നോക്കാം. ഇവിടെ എന്താണ് യേശു അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഇവിടെ ഈ വചനത്തിൽ പറയുന്നുണ്ട്, ആദ്യം എന്ന് പറയുന്ന ഒരു പദം നമ്മൾ കഴിഞ്ഞ വചനത്തിലും കണ്ടു, ഈ വചനത്തിലും കണ്ടു. ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, പ്രയോറിറ്റി, മുൻഗണന എപ്പോഴും ക്രിസ്തുവിന് നൽകുന്നവനായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ എന്നുള്ളതാണ് യേശു പറയുന്നതിന്റെ അർത്ഥം. കാരണം നമ്മൾ ഈ പറയുന്ന 60-നകത്തും 61-ലും നമ്മൾ കാണുന്ന ഏതാനും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എന്താണ് ആ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരു ഭവനത്തിൽ ജനിച്ചു വീണതാ. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും മാതാപിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവരോടുള്ള എല്ലാവരോടുമുള്ള കടമയെക്കുറിച്ച് ദൈവവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ക്രിസ്തു അതിനെതിരായിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് നിന്റെ ദൈവമായ കർത്താവിന് നീ പ്രയോറിറ്റി നൽകണം എന്നുള്ളതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ
ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾക്കെതിരായി ദൈവം തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത് പ്രയോറിറ്റി എപ്പോഴും ക്രിസ്തുവിനായിരിക്കണം. അതിന്റെ അർത്ഥം സുവിശേഷ വേല ചെയ്യുന്നവനോ, ദൈവത്തെ ഫോളോ ചെയ്യുന്നവനോ, ക്രിസ്തുവിന്റെ നല്ല ശിഷ്യനായിരിക്കുന്നവനോ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൗതിക ഉത്തരവാദിത്തങ്ങൾ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെയുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നല്ല ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ കുടുംബ കാര്യങ്ങളെക്കാൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ അധികമായി ക്രിസ്തുവിന്റെ രാജ്യത്തിനും വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഫോളോവർ ആവാൻ വേണ്ടി നിന്റെ പ്രയോറിറ്റി എപ്പോഴും ദൈവത്തിനായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് എന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ? അതിൽ നിന്ന് നമ്മൾ എവിടേക്കെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് വരുമ്പോൾ, എന്തെങ്കിലും കംഫർട്ട്നെസ് അത് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ദൈവരാജ്യത്തിന്റെ വേലയിൽ നിന്ന് പുറകോട്ട് പോയതാണോ? അതുപോലെ തന്നെ നമ്മൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? നമ്മളെ ജീവിതത്തിൽ അതിർവരമ്പുകളുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ക്രിസ്തുവിനാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്ന് ദൈവം നമ്മുടെ മുൻപിൽ വെക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി വീണ്ടും ശക്തമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യനായി മാറാൻ നമ്മൾ ഇന്ന് കേട്ട വചനം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.